ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പണ്ട് കൂർക്കയൊക്കെ ഉണ്ടാവുമായിരുന്നു. പണ്ടെന്ന് വെച്ചാൽ കുറേ നാൾ മുമ്പ് എപ്പോഴും നമ്മുടെ വീട്ടിൽ കൂർക്ക പറമ്പിൽ നിറച്ചും ഉണ്ടാവുമായിരുന്നു. എന്നിട്ട് നമ്മൾ പറിക്കാൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ചെല്ലുമ്പോഴത്തേക്ക് ഞാനും അമ്മയും അച്ഛമ്മയും കൂടി പോയിരുന്ന് ഇങ്ങനെ മൊത്തത്തിൽ പറിച്ചെടുക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് കുറേയൊക്കെ അവിടെ വെക്കും വീണ്ടും വളരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്കിയുള്ള നമ്മളെല്ലാം പറിച്ചിട്ട് കുറേ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കും ഇവർക്കൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ, എല്ലാവർക്കും എന്തുണ്ടായാലും നമ്മൾ കൊടുക്കും. നമ്മുടെ ഇവിടെ കഴിഞ്ഞ ദിവസം ചക്ക ഉണ്ടായിരുന്നു. ചക്ക ഇപ്പോഴും ഉണ്ട്, ഇതുമേലൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ ചക്ക? നമുക്ക് ഒരു ദിവസം ചക്ക ഇടുന്ന വീഡിയോ എടുക്കാം ഗൈസ്. അപ്പോൾ ചക്ക പറിച്ച് അപ്പോൾ എല്ലാവർക്കും അപ്പുറത്തുള്ളവർക്കൊക്കെ കൊടുത്തായിരുന്നു. അത് ഞങ്ങൾ നദി വീട്ടിൽ ഇങ്ങോട്ടൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് പഠിച്ചൊരു കൂട്ടുകാരാണ് ഞങ്ങൾ എല്ലാവരും. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കൂർക്കയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കൂർക്കയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ മറ്റേ ഈ ഫ്രിഡ്ജ് ബോക്സ് ഇല്ല, അതിൻ്റെ ഉള്ളിലാണ് വെച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂർക്ക ഏറ്റവും നല്ല നിലത്ത് വെക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ ഫ്രിഡ്ജ് ബോക്സ് വെച്ചു. അതിനാണെങ്കിൽ മണ്ണ് കുറവായിരുന്നു. കൂടുതലും മണ്ണ് കൂർക്കയാണ് കൂടുതൽ, കുറവ് മണ്ണാണ്. അപ്പോൾ മണ്ണില്ലാതെ എങ്ങനെയാണ് കൈസ് ഇതുണ്ടാവുന്നത്? ചെറിയ ഇത്രയും പോലും ഇല്ലാത്ത ടൈപ്പ് ചെറിയ കൂർക്കയാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഉള്ളത്. എന്തായാലും ഇപ്പം അത് മൊത്തം ഞാൻ പറിക്കുവാണ്. എന്നിട്ട് അമ്മ വേറെ മണ്ണി എന്നൊക്കെയാണ് പറഞ്ഞത്, എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നമ്മുടെ കൂർക്ക പറിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ കൂർക്ക ഇതാണ്. ഇത് അവിടെയൊക്കെ നോക്കാം, അപ്പുറത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇതിൽ ശരിക്കും പറഞ്ഞാൽ വേറെന്തോ വെക്കാനാണ് ഇരുന്നത്. പിന്നെ അമ്മ ഇത് കൂർക്ക വെച്ചു. അപ്പോൾ എന്തായാലും ഇതിൽ കൂർക്കയൊന്നും ഉണ്ടാവാത്ത സ്ഥിതി ഉണ്ട്, ചെറുതായതുകൊണ്ട്. ഇത് കണ്ടോ, ഇങ്ങനത്തെയൊക്കെ ഓരോന്നെടുത്ത് ഇങ്ങനെ ഒടിച്ചിട്ട് അമ്മ കുത്തി വെക്കും കേട്ടോ. അപ്പോൾ അടുത്തത് അതിൽ നിന്ന് പൊട്ടിക്കിളുത്ത് വരും. അപ്പോൾ അത് നിലത്തായിരിക്കും അല്ലേ വെക്കുന്നത്? അത് നിലത്താണ് അമ്മ വെക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇതിങ്ങനെ കൊത്തിയാൽ മതി, അത് കിളുത്ത് വരും. ഇല്ലെങ്കിൽ ചെറിയ കൂർക്ക ഇട്ടാലും കിളുത്ത് വരുമായിരിക്കും. അപ്പം എന്തായാലും അത് ശരി, അമ്മ അങ്ങനെയാണ് പറയുന്നത്. കൂർക്ക ഇട്ട് അധികം കൂർക്ക ഉണ്ടായി എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ചെറിയ തൈകളൊക്കെ പറിച്ച് ഇടുക. ഇതിൻ്റെ ഈ തലഭാഗം ഇല്ലേ കൈസ്, ഇങ്ങനത്തെ ഇങ്ങനത്തെ പറിച്ച് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല കൂർക്ക ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇതിൽ പിന്നെ മണ്ണില്ലാത്തതിൻ്റെ പ്രശ്നം കേട്ടോ, ഇല്ലെങ്കിൽ ഉണ്ടായേനെ. നമ്മുടെ മറ്റേ വീട്ടിലെ വേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ചക്കറി, മുട്ടത്തുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തായിരുന്നു നേരത്തെ ഇതിനകത്ത് പനിക്കൂർക്കയായിരുന്നു, അതൊക്കെ പോയി. അപ്പോൾ ഇപ്പം എന്തായാലും കൂർക്കയാണ്. നമുക്ക് എന്തായാലും ഒരു വശത്തുനിന്ന് പറിക്കാം ഗൈസ്. ഇത് അങ്ങനെ നോക്കാറില്ല ഇപ്പോൾ, എന്താണെന്ന് വെച്ചാൽ ഇതിൽ മണ്ണില്ലല്ലോ, എന്തായാലും ഇതിൽ നിന്ന് ഉണ്ടായില്ല ഇനി. അപ്പോൾ ഞാൻ കാണിച്ചിരാം ഗൈസ്. ഉണ്ട്, ഇത് മൊത്തത്തിൽ നമുക്ക് അങ്ങനെ നിലത്തോട്ട് എടുത്തില്ല. വാ, അതുകൂടി പറിക്കാം വാ. എന്തായാലും അതിലൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല പ്രതീക്ഷയാണ്. ഇത് മഞ്ഞളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ കറ്റാർവാഴ നിൽപ്പുണ്ട് ഗൈസ്. കറ്റാർവാഴനെ കളയരുത്. എനിക്ക് കൂർക്ക പറിച്ച് ശരിക്കും ഉണ്ടാണത് ഇങ്ങനെ. ഇത് കണ്ടത് ഈ വരുന്ന ഓരോ മുട്ടില്ലേ, ഈ മുട്ടിൽ അത് കണ്ടത് കൂർക്ക ഇത് ഇനി പറിക്കട്ടെ. ഇത് കണ്ടതേ അറിയില്ല എങ്കിൽ കാണിച്ചു തരാം ഞാൻ ഇതിനകത്ത്. എനിക്കിത് കുറേ നാൾ മുമ്പ് പറിച്ചേക്കണാറിന് എങ്ങനെയാ പറിക്കുന്നതെന്ന് അറിയില്ല ഗൈസ്, മറന്നുപോയി ഞാൻ. പണ്ട് ഞങ്ങളുടെ മണ്ണിൻ്റെ അടിയിലായിരുന്നു മൊത്തവും കൂർക്ക. ആദ്യം ഈ സാധനം പറിച്ച് കളഞ്ഞിട്ട് മണ്ണിൻ്റെ അടിയിൽ നിന്ന് മാന്തി എടുക്കും. അതിനായിരുന്നു കേട്ടോ ഞാൻ നിന്നെ. ഇങ്ങനെ പറിക്കുന്നതിൽ എനിക്കത് എക്സ്പീരിയൻസ് ഇല്ല. ഇങ്ങനത്തെ ഇതൊക്കെ കൂർക്കയാ. അമ്മ അതുകൂടി ഇങ്ങനെ പറിച്ചോണ്ടോ. അപ്പം ഞങ്ങളിത് എടുക്കട്ടെ ബാ. വലിയ കൂർക്കയുണ്ടമ്മേ, വലിയ കൂർക്കയുണ്ട് ഗൈസ്. അതില് കൂർക്കയുണ്ടാ? ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതൊക്കെ കൂർക്ക. ഗൈസ്, ഞാൻ ദേ ഇവിടെ ചെന്നിട്ട് ഈ കൂർക്ക ഇങ്ങോട്ട് എടുക്കട്ടെ. അല്ല, അത് അവിടെ വെക്കുക, അതാകുമ്പോൾ അവർക്ക് കാണാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെ വാ. പാത്രം അമ്മ എടുത്തോട്ടാ. ഞാൻ ഇവിടെ ഒരു പണി. അതിൽ നമ്മുടെ ആണി ഏതാണ്ടാമേ, ഇതിൽ ആണി ഇത് കണ്ടോ ഗൈസ്. ഞാൻ ഇതിൽ ഒന്നും ഉണ്ടാവൂല എന്നാട്ടോ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതേ നോക്ക്, ഈ അയ്യോ അത് എടുക്കാൻ പാടാ. അതെ ഗൈസ്, ഇതേ ഒരു കൂർക്കയുടെ വലിപ്പം കണ്ടോ ഗൈസ് നിങ്ങൾ? ഞാൻ ഇത് ഇത്രയുള്ള കൂർക്കയായിരുന്നു എന്നാ ഞാൻ ഓർത്തത്. അല്ലേ പറിക്കില്ലായിരുന്നു. അതുകൊണ്ടല്ല,
എന്നാൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കായിരുന്നു. അമ്മ ഇതിന് വെള്ളവും വളമൊന്നും കൊടുത്തില്ല ഗൈസ്. ഇല്ലായിരുന്നു ഇച്ചിരി കൂടി ഉണ്ടായേനെ. നമ്മളത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ മണ്ണില്ലാത്ത കാരണം. ദേ 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 ഗൈസ്, ഇത് കുറേ നാളായെന്ന് തോന്നുന്നു ഉണങ്ങി കിടക്കുന്നത്. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂർക്ക കേട്ടോ. തൊലി ഇങ്ങനെ കാണിച്ചാൽ പോണം. ദേ തൊലി പോണോ? ഇതെനിക്ക് ഇനി വേണ്ടതാണ്. ദേ ഇത് വയ്ക്കുക ഗൈസ്, എളുപ്പത്തിൽ തൊലി പോണോ അമ്മ? ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ കൂർക്ക ഉണ്ടാവുന്നു. ഇതാ ഇതൊക്കെ അമ്മക്ക് വേണ്ട. ഇനി അമ്മ അതിൽ നിന്ന് മാന്തി എടുക്ക്. അല്ല അതിൽ വലുതുണ്ടമ്മ, ഞാൻ അതിൽ കാണിക്കട്ടെ. വാ ഗൈസ്, നമുക്ക് എന്തായാലും ഇനി ഇത് നോക്കാം. അമ്മ അതേ അവിടെ വിളിക്കും, നമ്മളെ ശല്യപ്പെടുത്തുന്നു ഗൈസ്. എന്ത് ആണ്ട് ഇതെന്ത് ഉരുളക്കിഴങ്ങ് പോലെ ഉണ്ട് കേട്ടോ എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. ഇത് കൂർക്ക ഞാൻ പറഞ്ഞു തല കുത്തുമ്പോഴത്തേക്കുമാണ് ശരിക്കും ഉണ്ടാകുന്നത്. അടിയിലോട്ട് ഇതമ്മ തല കുത്തിയതാണ്ടല്ലേ? ഇതമ്മ തല കുത്തി വെച്ചാണ്. തല കുത്തി അതിനകത്ത് വെച്ചതാ. അതിനകത്ത് പക്ഷെ അധികം ഇല്ലെന്ന് തോന്നുന്നു. ഇത് കണ്ടോ? പക്ഷെ ഇതിന്റെ ഉള്ളില് അയ്യോ എന്തോരാ. നമ്മളൊന്ന് ഒന്നുകൂടി ശ്രദ്ധിക്കുമായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ ഇതിൽ നിന്ന് മാന്തി പറിച്ചെടുത്തിട്ട് വരാം ഗൈസ്, എന്നിട്ട് നമുക്ക് അത് പറിക്കണാണ്. അപ്പോൾ ഗൈസ് ഇതേ നമ്മുടെ ഇതേ ഇതിലാണെങ്കിൽ കൂർക്ക നോക്ക്. ഇതുണ്ടോ? ഇത് മറ്റേന്ന് പറിച്ചാണ്, എന്നാലും ഉണ്ടമ്മ. ഇത് നോക്കിയേ, ഇതേ ഇത് കണ്ടോ? വേര് ഭയങ്കര കേട്ടോ. ഇതേ ഇതിൽ കുറേ ഉണ്ട്. നമുക്ക് ഇത്രത്തോളം നമ്മളിപ്പോൾ പറിച്ചു കിട്ടോ. ഇത് മണ്ണിൽ നിന്ന് മാന്തി എടുത്താണ്. ഈ രണ്ടെണ്ണമാണ് നമ്മളിപ്പോൾ പറിച്ചിങ്ങോട്ടിട്ടത്. ഇതേ ഇതിൽ നമുക്ക് ഇഷ്ടം പോലെ കൂർക്കയുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ് ഇതിൽ കൂർക്കുന്നു. ഇതിൻ്റെ സിമ്പിളായിട്ട് എൻ്റെ തൊലി കളയതേ കണ്ടോ? തൊലി പെട്ടെന്ന് പോകുന്ന ടൈപ്പ് കൂർക്കയാണ് കണ്ടോ. തൊലി ഇനി എന്തായാലും ഇനിയൊക്കെ ചെറിയ കൂർക്ക. അതെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ഇതേ ഇത് നോക്ക്, ഇത് നോക്ക്. ഇങ്ങനത്തെ കൂർക്കയാണെന്നാണ് ഞാൻ മൊത്തം പ്രതീക്ഷിച്ചത്. പക്ഷേ നമുക്കിതേ ഇത്രയും കിട്ടി. ഞാൻ ഒരെണ്ണത്തിൻ്റെ വലിപ്പം വെച്ച് കാണിക്കാം. ഇത് നോക്കിതേ, അത് ഒരെണ്ണമായിട്ടില്ലേ? ഇത് ഒരെണ്ണമാണ്. ഇതേ ഇതും കൂടി നോക്കിക്കുക ഗൈസ് നിങ്ങൾ. ഇതേ ഒരെണ്ണം കാണിക്കാം. ഇതേ വലിപ്പം കണ്ടോ? ഇത് ഇത്രയും വലുതാവേണ്ടായിരുന്നു, പക്ഷേ നമ്മൾ അതിന് മുന്നേ പറിച്ചു. എന്തായാലും പോട്ടെ. ഇനി ഞാൻ ഇത് മൊത്തം അരിച്ച് പെറുക്കി പറിച്ചിട്ട് വരാം ഗൈസ്, എന്നിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഗൈസ് ഇതേ ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ കൂർക്ക ഇത് ഏതാണ് ഇതേ കൂർക്കയാണെങ്കിൽ ഇനിയും തപ്പാനാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കുന്നില്ല, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്ക്. നമുക്കിപ്പോൾ നമ്മൾ മടുത്ത് ഗൈസ്, കുറേ പറിച്ച്. ഇപ്പം തന്നെ നമ്മൾ ഓരോ ശിഖരത്തിൽ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഇത് നോക്കിയേ, നമ്മളിപ്പോൾ തന്നെ ഇത് തന്നെ നമുക്ക് ഒരു കറി വെക്കാനുള്ള ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ നിറച്ചും ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഇങ്ങനെ തല പറിക്കുക, എന്നിട്ട് ഒരിടത്ത് കുത്തി വെക്കുക. ഇതിൽ നിന്ന് നല്ലോണം ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇത് കണ്ടോ, ഞാൻ ഇങ്ങനത്തെ ഓരോ കൂർക്കയൊക്കെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിളുത്താലും അത് നല്ലോണം ആർത്ത് പിടിക്കും. പക്ഷേ അതിൽ കൂർക്ക അധികം ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ അത് നിങ്ങളുടെ ഡൗട്ടായിരിക്കും, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു കൂർക്കയെന്ന് തന്നെ തൈ കിളുത്ത് വന്ന പോലത്തെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഓർത്തായിരിക്കും. പക്ഷേ ഇതിൽ വെച്ചിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇതിലും അധികം കൂർക്ക ഉണ്ടാവില്ല കേട്ടോ. ഇത് നമ്മൾ കൂർക്ക തന്നെയല്ലേ കുഴിച്ച് വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഒരു കഷ്ണം മുറിച്ച് കുഴിച്ച് വെക്കുന്നതാണ്. ഇത് ഞാൻ കാണിച്ചു തരണ്ടേ. ഇതിൽ പറിക്കുകയാണ്. ഇനി തച്ചിനിരുന്ന് വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് പറിക്കണം. കാരണം നിങ്ങളെ ഇതെല്ലാം കൂടി പറിക്കണം കാണിച്ച വീഡിയോ നീണ്ടു പോകൂലേ. അപ്പോൾ എന്തായാലും ഇത് കണ്ടോ, എനിക്ക് നിറച്ചും പറിക്കുന്നതുണ്ട് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഇത് കണ്ടത്, അത് ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോൾ തൊലി പോയി. ഇതിൽ നിന്ന് പറിച്ചപ്പോൾ തന്നെ ഇത്രയും കിട്ടി വീണ്ടും. ഇതിൽ നിറച്ചുണ്ട്, ഞങ്ങൾ പറിക്കട്ടെ എന്തായാലും. അപ്പോൾ നിങ്ങളെ എന്തായാലും ഇത്രയും കൂർക്ക ഞങ്ങൾക്ക് വീട്ടിലുണ്ടായതാണ്. ഇതിൽ നിറച്ചുകൊണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ തൊലി പോണത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. നമുക്ക് കത്തിയൊന്നും വേണ്ട കേട്ടോ ഇതിന്. പക്ഷേ ഈ കൂർക്കയുടെ ഒരു പ്രത്യേകത, ഇതിൽ ഏറ്റവും ചെറിയ കൂർക്കക്കായിരിക്കും ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഈ വലുതിനും ടേസ്റ്റ് ഉണ്ടാകും, പക്ഷേ ചെറുതിന് ഏറ്റവും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതേപോലെ ഒന്ന് കൂർക്ക വെക്കുക. ഞാൻ ശരിക്കും ഉണ്ടാവില്ല എന്നാണ് കേട്ടോ പ്രതീക്ഷിച്ചത്. എന്തായാലും ഉണ്ടായി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ബൈ.